നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ ബ്രഹ്മാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സംഭവം ഒരു മിസൈലാണ്. മിസൈൽ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്നുവരെ വികസിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ ഒരു മിസൈൽ. ഓപ്പറേഷൻ സിന്ദൂറിലെ താരമായിരുന്ന ബ്രഹ്മോസൊക്കെ ഇനി ഒന്നുമല്ലാതായി തീരും ഇതിൻ്റെ മുന്നിൽ. മാരക വേഗതയും അത്യുഗ്രൻ റേഞ്ചുമാണ് ഇതിൻ്റെ സവിശേഷത. ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും ഈ മിസൈൽ വെച്ച് ആക്രമിക്കാൻ കഴിയുമെന്ന് ചുരുക്കം. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. K6 എന്നാണ് ഈ മിസൈൽ അറിയപ്പെടുന്നത്. ഇത് അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്തുവിടാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. K4, K5 സീരീസിൽപ്പെട്ട മിസൈലുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ K6 എന്നത് ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഇതിന് ശബ്ദത്തിൻ്റെ 7.5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. മാത്രവുമല്ല 8000 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടെന്നും പറയപ്പെടുന്നു. പല അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ റേഞ്ച് ഒരിക്കലും ഒരു രാജ്യവും പുറത്തുവിടാറില്ല. ഇന്ത്യയുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. കരയിൽ നിന്ന് തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയല്ല അന്തർവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടുന്നവ. കാരണം അന്തർവാഹിനികൾക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി വരെ പോയ ശേഷം മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഈ ഒരു മിസൈൽ വെച്ച് ലോകത്തിലെ ഏതൊരു രാജ്യത്തെയും ആക്രമിക്കാമെന്ന്. പിന്നെ K6നെ വ്യത്യസ്തനാക്കുന്ന മറ്റൊരു ഘടകം ഇതിൻ്റെ MIRV ടെക്നോളജിയാണ്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് MIRV. അതായത് ഒരു മിസൈൽ കൊണ്ട് തന്നെ ഒന്നിലധികം ടാർഗറ്റുകളെ ഒരേ സമയം ആക്രമിക്കാമെന്ന അർത്ഥം. ഇത്തരം മിസൈലുകൾ തൊടുത്തുവിട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ ലോകത്തിലുള്ള ഒട്ടുമിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന് ആണവായുധങ്ങൾ വഹിക്കാനുള്ള കഴിവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എന്തുകൊണ്ടും ഇന്ത്യൻ ഓഷ്യനിലെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. ഉടൻ തന്നെ ഇന്ത്യ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന S-5 ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകളിലായിരിക്കും ഇവ ഉപയോഗിക്കുക. നിലവിൽ നമ്മൾ അരിഹന്ത് ക്ലാസ് സബ്മറൈനുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO തന്നെയാണ് ഈ മിസൈലും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിലും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം നമ്മളും സ്ഥാനം പിടിച്ചു. ആത്മനിർഭർ ഭാരതിലൂടെ നമുക്കിനിയും ലോകത്തെ ഒരുപാട് ഞെട്ടിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടരട്ടെ. ജയ് ഹിന്ദ്.